കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് റബ്ബർ ടാപ്പിംഗ് സജീവമായി. വർഷാന്ത്യമായതിനാൽ ഷീറ്റ് വിൽപ്പനയിൽ നിന്നും അകന്നു നിൽക്കുകയാണ് ഇറക്കുമതി രാജ്യങ്ങൾ. അതേസമയം ഏലം വിലയിൽ നേരിയ ഇടിവ്. മികച്ച കാലാവസ്ഥയിൽ തോട്ടമേഖലയിൽ റബ്ബർ ടാപ്പിംഗ് സജീവമായി. കൊച്ചി, കോട്ടയം മാർക്കറ്റുകളിൽ 4ാം ഗ്രേഡ് കിലോ 190 രൂപ. ടയർ വ്യവസായികൾ നിരക്ക് താഴ്ത്താൻ ശ്രമിച്ചെങ്കിലും കാർഷിക മേഖല ഷീറ്റ് നീക്കത്തിൽ വരുത്തിയ നിയന്ത്രണം തുടർന്നു. മുഖ്യ വിപണികളിൽ വിവിധയിനം ഷീറ്റ് വില സ്റ്റഡിയാണ്. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾ പലതും പുതിയ ദിശ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. വർഷാന്ത്യമായതിനാൽ തിരക്കിട്ടുള്ള വാങ്ങലുകളിൽ നിന്നും ഇറക്കുമതി രാജ്യങ്ങൾ അല്പം വിട്ടുനിന്നു. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 210 രൂപ. അതേസമയം ലേലകേന്ദ്രങ്ങളിൽ ഏലക്ക വില ചെറിയ തോതിൽ ഇടിഞ്ഞു. കഴിഞ്ഞ വാരം 3000 രൂപ വരെ ഉയർന്ന് വിപണനം നടന്ന ശരാശരി ഇനങ്ങളുടെ വില ഏതാനും ദിവസങ്ങളിലായി താഴുന്ന പ്രവണതയിലാണ്. ഇന്ന് നടന്ന ലേലത്തിൽ ശരാശരി ഇനങ്ങൾ കിലോ 2837 രൂപയിലും മികച്ച ഇനങ്ങൾ 3128 രൂപയിലും കൈമാറി. ക്രിസ്തുമസിന് മുന്നോടിയായുള്ള ഏലക്ക സംഭരണം പല കയറ്റുമതിക്കാരും പൂർത്തിയാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫി ടിവി. ആഗോളതലത്തിൽ കുരുമുളക് വില ഉയരുകയാണ്. കുരുമുളക് കിട്ടാനില്ലാത്തത് കയറ്റുമതി മേഖലയ്ക്ക് വെല്ലുവിളിയായിരിക്കുകയാണ്. കുരുമുളക് വില ആഗോളതലത്തിൽ ഉയരുന്നു. മുഖ്യ ഉൽപാദന രാജ്യങ്ങളിൽ ചരക്ക് ക്ഷാമം തല ഉയർത്തിയതോടെ കയറ്റുമതിക്കാർ ഉൽപ്പന്നത്തിനായുള്ള നെട്ടോട്ടത്തിലാണ്. വിയറ്റ്നാമിലെ കയറ്റുമതിക്കാർക്ക് നവംബറിലെ കയറ്റുമതികൾ യഥാസമയം പൂർത്തിയാക്കാൻ കഴിയാഞ്ഞതിനാൽ ഓർഡർ കാലാവധി ഈ മാസത്തേക്ക് നീട്ടി നൽകിയെങ്കിലും കുരുമുളക് ക്ഷാമം കയറ്റുമതി മേഖലയെ പ്രതിസന്ധിയിലാക്കി. കംബോഡിയയിൽ നിന്നും കുരുമുളക് സംഭരിക്കാൻ വിയറ്റ്നാം ശ്രമം നടത്തിയെങ്കിലും നീക്കം വിജയിച്ചില്ല. ഹൈറേഞ്ചിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള നാടൻ കുരുമുളക് വരവ് കുറഞ്ഞ അളവിലാണ്. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില ക്വിന്റലിന് 100 രൂപ ഉയർന്ന് 64,500 രൂപയായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. ഇന്ത്യയിലെ H1 തേയിലയുടെ കയറ്റുമതി വർദ്ധിച്ചു. UAE, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉയർന്ന ഡിമാൻഡാണ് കാരണം. UAE, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആവശ്യത്തെ തുടർന്ന് നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഇന്ത്യയുടെ തേയില കയറ്റുമതി 8.67% വർദ്ധിച്ചു. ഇതിലൂടെ കയറ്റുമതി മൂല്യത്തിൽ 13.18% നേട്ടമുണ്ടായതായാണ് കയറ്റുമതിക്കാർ വ്യക്തമാക്കുന്നത്. ടീ ബോർഡ് ഇന്ത്യ പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം കയറ്റുമതി മൂല്യം ഒരു വർഷം മുമ്പ് 3007.19 കോടിയായിരുന്നത് നിലവിൽ 3403.64 കോടി രൂപയായി ഉയർന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി 7.05% ഉയർന്നു. കയറ്റുമതി മൂല്യം 4.5% വർദ്ധിച്ച് 2261.91 കോടി രൂപയായി. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വോളിയത്തിൽ 11% ഉയർന്നു. കയറ്റുമതി മൂല്യത്തിൽ 10.65% ഉയർന്ന് 1139.73 കോടി രൂപയായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. ബസുമതി നെല്ലിന്റെ വിലക്കുറവ് സംബന്ധിച്ച് ഉന്നതതല ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി അവലോകനം ചെയ്യും. ബസുമതി അരിയുടെ അടിസ്ഥാന കയറ്റുമതി വില നിരോധിച്ചത് സംബന്ധിച്ചുണ്ടായ മാറ്റങ്ങളും യോഗത്തിലുണ്ടാകും. ബസ്മതി അരിയുടെ അടിസ്ഥാന കയറ്റുമതി വില ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 13-നാണ് ഇന്ത്യൻ സർക്കാർ നീക്കം ചെയ്തത്. അടിസ്ഥാന കയറ്റുമതി വില നീക്കം ചെയ്താൽ കർഷകർക്ക് ബസ്മതി അരിക്ക് ഉയർന്ന വില ലഭിക്കുമെന്ന് കയറ്റുമതിക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ ഇത് നിർത്തലാക്കിയിട്ടും ഗുണഫലങ്ങൾ കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നാണ് കർഷകരും വ്യവസായികളും ചൂണ്ടിക്കാട്ടുന്നത്. ബസ്മതി അരിയുടെ അടിസ്ഥാന കയറ്റുമതി വില ടണ്ണിന് $950 ആയിരുന്നു. താങ്ങുവില നൽകുമെന്ന കാര്യത്തിൽ നിയമപരമായ ഉറപ്പ് ലഭിച്ചാൽ ചോളം, എണ്ണക്കുരു എന്നിവയിലേക്ക് മാറാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. ബസുമതി അരിയുടെ കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി അനുകൂല തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. കാപ്പി ഉൽപാദനത്തിലെ അമിത ജല ഉപയോഗം കോഫി ബോർഡ് അഭിമുഖീകരിക്കുന്ന പ്രധാന വെല്ലുവിളിയെന്ന് റിപ്പോർട്ട്. ജല ഉപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന കാർഷിക ഇനമാണ് കാപ്പി. 2024 ഓഗസ്റ്റ് വരെ ഇന്ത്യൻ കാപ്പിയുടെ കയറ്റുമതി $1.19 ബില്യൺ ആണ്. പ്രതിവർഷം 49% വർധന. റഷ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് കാപ്പിക്ക് കൂടുതൽ ഡിമാൻഡുള്ളത്.
ഉയർന്ന വിലയും ഡിമാൻഡുമാണ് കാപ്പി കയറ്റുമതിയെ നയിക്കുന്നത്. എന്നാൽ കാപ്പി ഉൽപാദനത്തിനായി ജലത്തിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. കൂടാതെ കാപ്പി ഉൽപാദനത്തിലെ അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതും കോഫി ബോർഡ് അഭിമുഖീകരിക്കുന്ന പ്രധാന വെല്ലുവിളിയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ അടിസ്ഥാന പാരിസ്ഥിതിക പ്രശ്നം പരിഹരിക്കുന്നതിന് കാപ്പി ഉൽപാദനത്തിലെ ജല ഉപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും അടിയന്തരമായി പരിഗണിക്കേണ്ടതുണ്ട്. കൂടുതൽ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മലിനജല സംസ്കരണം സാധ്യമാകുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. കാപ്പി കർഷകർക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യാൻ കഴിയുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൂരൽമല ദുരന്തം വയനാട്ടിലെ സംരംഭകർക്കേറ്റ വൻ ആഘാതമാണ്. എന്നിട്ടും അവർ ദുരിതവും താണ്ടി ഉൽപ്പന്നങ്ങളുമായി ബാംബു മേളയ്ക്കെത്തി. മേളയിലെ 20-ലധികം സ്റ്റാളുകളും വയനാട്ടുകാരുടേതാണ്. മേള നാളെ സമാപിക്കും. ഉരുൾപൊട്ടിയ ചൂരൽമലയിൽ നിന്നുള്ള സംരംഭകയാണ് സബിത. അതിജീവനത്തിന്റെ നേർസാക്ഷ്യം. ബന്ധുക്കളെയും നാട്ടുകാരെയും ഉരുളെടുത്തു. വർക്ക്ഷോപ്പും ഉപകരണങ്ങളും നശിച്ചു. പക്ഷേ അവർ വിട്ടില്ല. ശരിക്കും എനിക്ക് വർക്കിൻ്റെ എല്ലാം മൈൻഡ് പോയതാ. ഇനി വേണ്ട, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഷെഡ് കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളത് നോക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ എനിക്കതൊന്ന് റെഡിയായി വന്നു. കാരണം ഇനി എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതായി. നമുക്കിപ്പോൾ എല്ലാ കാലവും നമുക്കിപ്പോൾ ഒരാൾക്ക് കൈ നീട്ടാൻ പറ്റില്ലല്ലോ. സ്വന്തമായിട്ട് നമ്മൾ ഇത്രയും കാലം എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ ജീവിക്കണം. വയനാട് ജില്ലയിൽ നിന്ന് 70ഓളം മുള സംരംഭകരും കലാകാരന്മാരുമാണ് മേളയിൽ പങ്കെടുക്കുന്നത്. ഭൂരിഭാഗവും തൃക്കൈപ്പറ്റ എന്ന മുള ഗ്രാമത്തിൽ നിന്ന്. ഉരുൾപൊട്ടലിനു ശേഷം വയനാട്ടിലെ സംരംഭകർ വലിയ പ്രതിസന്ധിയിലാണ്. കേരള ബാംബു മിഷന്റെ നേതൃത്വത്തിലുള്ള മുളമേള ഇവർക്ക് സ്ഥിരമായ വാർഷിക വിപണിയാണ്. കഴിഞ്ഞ 21 കൊല്ലമായി തുടർച്ചയായി വയനാട്ടിലെ സംരംഭകർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 191, RSS 5 187, ലാറ്റക്സ് 122, ജാതിക്ക 380, ജാതിപത്രി 2000 മുതൽ 2100 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 225, കൊക്കോ പരിപ്പ് 680, കുരുമുളക് ഗാർബിൾ 66,500, കുരുമുളക് അൺഗാർബിൾ 64,500, ഏലക്ക 2800 മുതൽ 2900 വരെ, വെളിച്ചെണ്ണ 21,100, കൊപ്ര 15,880, ചുക്ക് 32,500.